ഹലോ ഗൈസ്, വെൽക്കം ടു മിറാക്കിൾ വേൾഡ് ഓഫ് അമേലിയ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. ഇത് എൻ്റെ വെയിറ്റ് ഗേൺ ജേർണീനെ പറ്റിയാണ് ചെയ്യുന്നത്. എനിക്ക് എങ്ങനെ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഓൺ വോയിസ് വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ യൂട്യൂബിൽ അധികം ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ്, പക്ഷേ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരുപാട് ആക്റ്റീവ് റീൽസ് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വെയിറ്റ് ഗെയിൻ ചെയ്തത്, എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ. അപ്പം നമുക്ക് ഇൻസ്റ്റയിൽ ഇത്രയും ലിമിറ്റ് ഉണ്ടല്ലോ പറയാനെടുക്കണം. അപ്പോൾ എല്ലാവരുടെ അടുത്തും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. ഓക്കെ, ഒന്നാമത് പറയാം, ഞാൻ വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര മടി. എനിക്ക് എന്ത് കഴിച്ചാലും എൻ്റെ ശരീരത്തിൽ പിടിക്കാത്തൊരു പ്രകൃതം. എത്ര കഴിച്ചാലും അതൊന്നും ശരീരത്തിൽ കാണിക്കില്ല. കൈയൊക്കെ ഇപ്പോഴും കൈ മെലിഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കയ്യിൽ വലിയ ഇതൊന്നും വന്നിട്ടൊന്നുമില്ല. എന്നാലും നേരത്തെ വെച്ചിട്ടുണ്ട് ബെറ്റർ ആയിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഡയറ്റ് അങ്ങനെ ഇങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങളെപ്പോലെ തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ നമ്മൾക്കല്ലായിരിക്കും പ്രശ്നം, ഈ നാട്ടുകാർക്കും അയൽക്കാർക്കുമാണ്. എന്ത് കോല ഈ പെണ്ണിന് തിന്നാനൊന്നും കൊടുക്കുന്നില്ലേ, എന്ത് കോലോ, ആ സാരിയൊക്കെ വെച്ചിട്ട് അയ്യ പറ്റുന്ന പണിക്ക് പോയാൽ പോരെ. അങ്ങനെയൊക്കെ ഒരുപാട് ബോഡി ഷേമിംഗ് ഒക്കെ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. സ്കൂളിലൊക്കെ പഠിപ്പിക്കും, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊച്ചു എത്രയില്ല, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. പ്ലസ് ടു കഴിഞ്ഞപ്പോൾ കൊച്ചിന് തീരെ വളർച്ചയില്ലല്ലോ, ഒന്നും തിന്നാൻ കൊടുക്കുന്നില്ലേ, എങ്ങനെയാ പ്രായത്തിനകത്ത് വളർച്ചയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ കോളേജിലെ ഫുഡ്, ഹോസ്റ്റലിലെ ഫുഡൊക്കെ എല്ലാവർക്കും ഊഹിക്കാമല്ലോ. ഒന്നാമത് തീരെ ഞാൻ അധികം ഒന്നും കഴിക്കാത്ത ഒരാളാണ്. എനിക്ക് പെട്ടെന്ന് ഒരു ഇച്ചിരി കഴിക്കുമ്പോഴേക്ക് വയറ് നിറയും. ഒരു വായ കഴിക്കുമ്പോഴേക്കും വരും. ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഞാനത് കഴിക്കത്തുമില്ല. അപ്പോൾ ഫുഡ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടും. ഞാൻ ആകെ കഴിക്കുന്ന കുറച്ച് ചോക്ലേറ്റും കഴിക്കും, കുറച്ച് ഐസ്ക്രീം, എത്ര കിട്ടിയാലും കഴിക്കും. ഇത് മാത്രമായിരുന്നു. അപ്പോഴും നിങ്ങൾ എൻ്റെ പണ്ടത്തെ കോലം കണ്ടാൽ അറിയാം, മെലിഞ്ഞുണങ്ങി, നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റും. എന്നാൽ അത് കഴിഞ്ഞ പിന്നെ ഞാൻ ആ ഒരു ഫോട്ടോസൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ പിന്നെ ഞാൻ ജോലിക്ക് കയറി. അത് ഞാൻ ബാംഗ്ലൂർ തന്നെയായിരുന്നു. അവിടെയും ഹോസ്റ്റലിലുള്ള ജീവിതമാണ്. ജോലി തിരക്ക് കാരണം 8 മണി തൊട്ട് 4 മണി വരെയാണ് എനിക്ക് ഡ്യൂട്ടി വരുന്നത്. പക്ഷേ ബ്രേക്കിൻ്റെ ഇതുകൊണ്ട് ഞാനും അന്ന് രാത്രിയിൽ ഒരു നേരം മാത്രമായിരുന്നു ഫുഡ് കഴിക്കുന്നത്. ആ ഒരു ജോലിയിലുള്ള സമയത്തുള്ള ഫോട്ടോയാണ് ഞാൻ ഈ ആഡ് ചെയ്തേക്കുന്നത്, നമ്മൾ നേരത്തെ ഫോട്ടോസിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോഴും കറക്റ്റായിട്ട് ഫുഡ് എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടൊന്നുമില്ല. എനിക്ക് പിന്നെ അധികം ഫുഡ് കഴിക്കാനും പറ്റത്തില്ല. കൂടുതൽ കഴിച്ച് ഞാൻ വൊമിറ്റ് ചെയ്യും. എനിക്കൊന്ന് എന്നെപ്പോലെ ഇരിക്കുന്ന എല്ലാവരെയും ഒരു ഇതാണ്. അങ്ങനെ എല്ലാവരും അയ്യോ കണ്ടാൽ പറയത്തില്ലല്ലോ. പിന്നെ നമ്മൾ നാട്ടുകാരിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ സ്വയം തോന്നും, അയ്യോ നമ്മൾ അത്രയ്ക്ക് മോശമാണോ, അത്രയ്ക്ക് വണ്ണമില്ലാത്തതാണോ, അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നും. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കുവൈറ്റിലേക്ക് വന്നു. 2 വർഷം കഴിഞ്ഞ് കുവൈറ്റിലേക്ക് വന്നപ്പോഴും ആൾക്കാരൊക്കെ ഇങ്ങനെ ഫോട്ടോ കാണുമ്പോൾ കുറച്ചൊക്കെ ഉണ്ടല്ലോ, നേരിട്ട് കാണുമ്പോൾ തീരെ മെലിഞ്ഞിട്ടാണല്ലോ, ഒന്നുമില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് വീണ്ടും കളിയാക്കി. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമുക്കില്ല. എന്നിട്ട് അപ്പോഴാണ് ഇങ്ങനെയുള്ള യൂട്യൂബ് വീഡിയോസൊക്കെ കേട്ടിട്ട് ഹൗ ടു ഇൻക്രീസ് വെയിറ്റ് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കൂടുതൽ ഞാൻ കണ്ടത് ഷെയ്ക്ക്, പിന്നെ പീനട്ട് കഴിക്കണം, അത് കഴിക്കണം, ഇത് കഴിക്കണം. കഴിക്കുന്ന കാര്യം വെച്ച് ബാക്കി എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. എനിക്ക് കഴിക്കുന്ന കാര്യം എനിക്കതാവില്ല. എന്നാലും ഓക്കെ, രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ ഞാൻ കമൻറ്റൊക്കെ വെച്ചിട്ട് ജ്യൂസ് ഇങ്ങനെ നമ്മുടെ പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കി കുടിക്കാമെന്ന് വെച്ച്. എന്നിട്ട് ഇങ്ങനെ റൂമിൽ നമുക്ക് മിക്സ് ചെയ്യുന്നില്ലായിരുന്നു. വഴക്കുണ്ടാക്കി മിക്സിയൊക്കെ മേടിച്ച് പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കിയപ്പോൾ ഒരു വായ വെച്ചപ്പോഴേക്കും എനിക്കത് വൊമിറ്റ് ചെയ്യാൻ വന്നു. എനിക്കത് പറ്റിയില്ല. അന്നത്തോടെ അത് ക്യാൻസൽ. പിന്നെ അതൊന്നും ആക്കിയില്ല, എനിക്കത് പറ്റില്ല. പിന്നെ ഇവിടെ വന്ന് പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. രാവിലെ ആണെങ്കിൽ ഒരു ദോശയെങ്കിൽ ഒരു ദോശ ഞാൻ കഴിക്കും. ഉച്ചയ്ക്കാണെങ്കിൽ കുറച്ച് ചോറ്, ഞാൻ ചോറ് കുറച്ചും കറി കൂടുതലായിട്ട് കഴിക്കും. നിങ്ങളങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. കുറച്ച് ചോറെടുത്തിട്ട് കറി കൂടുതൽ കഴിക്കും. അപ്പോൾ നമുക്ക് എന്താ കുറച്ച് പോവുമല്ലോ. പിന്നെ ഇവിടെ വന്നാൽ പിന്നെ ചിക്കന് കൂടുതൽ കഴിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ ഇവിടെ പിന്നെ മൊത്തം ഇങ്ങനെ കുത്തി വെച്ചിട്ടും ഫ്രീസായിട്ട് ഇരിക്കുന്ന ഫ്രഷ് അല്ലല്ലോ കഴിക്കുന്നത്. മേ ബി അതുകൊണ്ടാണെന്നറിയില്ല, ചിക്കൻ തന്നെയാണ് കൂടുതൽ എടുക്കുകയും ചെയ്യുന്നത്. 3 നേരമൊക്കെ ആകുമ്പോഴേക്കും അറിയാമല്ലോ. മേ ബി അതുകൊണ്ടായിരിക്കും എൻ്റെ ശരീരത്തിൽ വന്നത് മാറ്റങ്ങൾ. അതാണ് ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ശരീരം, അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഡയറ്റിങ്ങോ ഒന്നും ചെയ്യും.